നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞ് ഡീൽ ആരോപണം. CPIM BJP ഡീൽ ആരോപണം ജനങ്ങൾ തള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യില്ല. UDFും BJPയും ഒരേ നയം സ്വീകരിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തും വിളിച്ചു പറയാൻ എല്ലില്ലാത്ത നാക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിനൊന്നും എല്ലാറ്റിനും മറുപടി പറയാൻ ആർക്ക് സാധിക്കും? പക്ഷേ ഇതൊന്നും നാട്ടിൽ ചിലവാകാൻ പോകുന്നില്ല. നാടിനും ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളെയും പറ്റിയും വ്യക്തമായ ധാരണയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അറിവും ഒരു തരത്തിലുള്ള അംഗീകാരവും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ RSS ബന്ധം പുറത്തു കൊണ്ടുവന്നതിനാലാണ് തന്നോട് ഇത്ര ദേഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മാസ്കറ്റ് ഹോട്ടലിലെ അടച്ചിട്ട മുറിയിൽ പിണറായി വിജയൻ RSSകാരുമായി ചർച്ച നടത്തിയെന്നും VD സതീശൻ ആരോപിച്ചു. എന്നെ RSS ആക്കാൻ പറ്റില്ല. ഞാൻ RSS പിന്തുണയോടുകൂടിയല്ല നിയമസഭയിൽ വന്നത്. പിണറായി വിജയൻ RSS പിന്തുണയോടുകൂടിയാണ് നിയമസഭയിൽ ജയിച്ചു വന്നത്. പിണറായി വിജയനാണ് മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറിയിൽ വെച്ച് RSS നേതാക്കളുമായി ചർച്ച ചെയ്തത്, VD സതീശനല്ല. RSSനെ ജയിക്കാൻ വേണ്ടിയിട്ട് BJPക്ക് ജയിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ സൗകര്യം ചെയ്തു കൊടുത്തത് VD സതീശനല്ല, പിണറായി വിജയനാണ്. RSS നേതാവ് ഹൊസബലയുമായിട്ട് സംസാരിക്കാൻ ADGPയെ വിട്ടത് പിണറായി വിജയനാണ്, VD സതീശനല്ല. പോലീസ് ഉദ്യോഗസ്ഥരാണ് CPIM BJP ഡീലിന് ഇടനില നിന്നതെന്ന ഗുരുതര ആരോപണമാണ് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് ഉന്നയിക്കുന്നത്. ലോക്നാഥ് ബെഹ്റയും MR അജിത് കുമാറും ഡീലിന് ഇടനിലക്കാരായിട്ടുണ്ടെന്ന് KPA മജീദ് 24നോട് പറഞ്ഞു. ബഹാറ DGP ആയിരുന്നു. ബഹാറയുടെ നേതൃത്വത്തിൽ ഈ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂരം കലക്കിയിട്ടുള്ള മാന്യണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാർ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ ഇവർ ഓരോ ആളുകളെയും വെച്ചിട്ട് BJPയുമായി കഴിഞ്ഞ കുറേ കാലമായി ഡീല് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡീലിൻ്റെ ഭാഗമാണ് ഈ നടക്കുന്നതെല്ലാം. അപ്പോൾ അവർക്ക് BJPക്ക് 4-5 സീറ്റ് കൊടുത്താലും വേണ്ടിയില്ല, ഞങ്ങൾക്കൊരു 3-ാം ഭരണം വേണം. തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഇതിൻ്റെ ശരിയായ ഡീൽ എന്താണ്, ആരൊക്കെ ഇതിൻ്റെ മധ്യസ്ഥം വഹിച്ചത് എന്ന് വരാനിരിക്കുന്നുള്ളത് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരിക. ഡീൽ ആരോപണം UDFന്റെ പരാജയ ഭീതി കാരണമുള്ള മുൻകൂർ ജാമ്യമെന്ന് കൊട്ടാരക്കരയിലെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പറഞ്ഞു. ഡീൽ ആരോപണം അവരുടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ മാത്രമാണ്. ഏത് കാലത്തും തരംതാണ ഇത്തരം ഡീലുകളും രഹസ്യമായ കാര്യം നടത്തുന്നതൊക്കെ കോൺഗ്രസ്സാണ്. കോൺഗ്രസിനകത്ത് തന്നെ ആ കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് എത്ര വോട്ടാണ് കോൺഗ്രസിൻ്റെ പോയത്? തൃശ്ശൂരിൽ 86,000 വോട്ടാണ് കുറഞ്ഞത്. അതിൻ്റെ പേരിൽ ആ പാർട്ടിക്കകത്ത് എത്ര പ്രശ്നമുണ്ടായി? ആരാണ് ഡീല് നടത്തിയത്? ഇപ്പോൾ കോൺഗ്രസ് ചെയ്ത അനുഭവമുണ്ട്. ഇനിയും കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവും. അതുകൊണ്ട് ഡീലിൻ്റെ കാര്യം അതില്ല. CPIM BJP ഡീൽ ആരോപണമല്ല, വസ്തുതയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP പറഞ്ഞു. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് UDF CPIMഉം BJPയും തമ്മിലുള്ള ഡീലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്ഥലത്തും വളരെ പ്രധാനപ്പെട്ട അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പല നിയോജകമണ്ഡലമുണ്ട്. ആ നിയോജകമണ്ഡലത്തിൽ CPIM ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആരെയെങ്കിലും ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവിടെ ഇടുക. ഞാൻ ശിവൻകുട്ടിയെ അത്ര മോശക്കാരനാക്കുന്നില്ല, എങ്കിലും നമുക്ക് കാണാം, തെരഞ്ഞെടുപ്പ് കഴിയുന്നുണ്ടെ കാണാം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഡീൽ ആരോപണം തന്നെയാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നേതാക്കൾ മോചിതരാകുന്നില്ല, മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. സ്വർണ്ണക്കൊള്ളയടക്കം നിരവധി വിഷയങ്ങൾ, അതോടൊപ്പം വികസനം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഡീൽ ആരോപണത്തിൽ തന്നെ ചുറ്റി നിൽക്കുകയാണ് നേതാക്കളൊക്കെ. ശ്രീജിത്ത്, ദിലീപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആദ്യഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പൊതുരാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാകുന്നത് CPIM BJP ഡീൽ എന്ന UDFന്റെ കോൺഗ്രസിന്റെ ആരോപണമാണ്. ഇവിടെ
ഇതിന് കാരണമായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പല മണ്ഡലങ്ങളിലും NDAയുടെ സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്ന ആളുകൾ ദുർബലരായ സ്ഥാനാർത്ഥികളാണ്. വട്ടിയൂർക്കാവ്, നേമം അടക്കമുള്ള മണ്ഡലങ്ങൾ, പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDFിൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ CPM ആകട്ടെ ചൂണ്ടിക്കാണിക്കുന്നത് BJPയുമായി RSSുമായി എക്കാലത്തും സഹകരണം ഉണ്ടായിരുന്നത് കോൺഗ്രസിനും UDFിനുമാണ്. കോലിബി സഖ്യം മുതലുള്ള കാലത്ത്, ഒപ്പം തന്നെ EMSൻ്റെയും AKGയുടെയും കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM BJP ഡീൽ എന്ന ആരോപണത്തെ ഇടതുപക്ഷം എതിർക്കുന്നത്. അതോടൊപ്പം ഈ കാര്യം ഇത് വെറുമൊരു രാഷ്ട്രീയ അടവ് മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന LDF നേതാക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM BJP ഡീൽ എന്ന ആരോപണത്തിൽ ചുറ്റിത്തിരിയുകയാണ് നമ്മുടെ പൊതു രാഷ്ട്രീയം. ചർച്ചകളെല്ലാം അങ്ങനെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, 10 വർഷത്തെ ഭരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, ഒപ്പം തന്നെ വികസന കാര്യങ്ങൾ തുടങ്ങിയവയൊന്നും പൊതുമണ്ഡലത്തിൽ ഇല്ലാത്തതിൻ്റെ കാരണം ഈ ഡീൽ ആരോപണത്തിൽ ചുറ്റിത്തിരിയുന്നതാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഇപ്പോൾ BJP കൂടി ഒരു നിർണായക ശക്തിയായി വരുന്ന ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഡീൽ ആരോപണത്തിന് കൂടുതൽ ശക്തി വരാനും അത് ഇടയാക്കിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ലീഗ് നേതാക്കൾ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. KPA മജീദ് 24നോട് പറഞ്ഞത് ഈ ഡീലിനു പിന്നിൽ നേരത്തെ വിരമിച്ച ലോക്നാഥ് ബെഹ്റ, ഇപ്പോഴും ADGP ആയിട്ടുള്ള MR അജിത് കുമാർ, ഇവരൊക്കെയാണ് ഈ ഡീലിനു പിന്നിൽ എന്നുള്ള ഒരു ആരോപണം കൂടി, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഡീൽ എന്ന നിലയിലുള്ള ആരോപണമാണ് അവരുടെ ഭാഗത്ത് നിന്ന്, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആ നിലയിൽ പല പല തലങ്ങളിലേക്ക് ഈ ഡീൽ ആരോപണം പോവുകയാണ്. മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനുള്ള അത്തരം താല്പര്യം ഈ നേതാക്കൾക്കില്ലേ? ദിലീപ് സൂചിപ്പിച്ച പോലെ CPM BJP ഡീൽ എന്ന ആരോപണത്തെ മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ 24 നൽകിയ പ്രതികരണത്തിൽ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ PK കുഞ്ഞാലിക്കുട്ടിയും ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാം അടക്കമുള്ള ആളുകളും നേതാക്കളും ഈ CPM BJP ഡീൽ എന്ന ആരോപണത്തെ ശക്തമായി അതിനെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നു. മാത്രമല്ല ജയിക്കാനായി ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കണം എന്നുള്ള EMSൻ്റെ തന്ത്രമാണ് ഇപ്പോൾ പിണറായി പയറ്റുന്നതെന്നൊക്കെയാണ് PMA സലാം ഇന്നലെ പറഞ്ഞത്. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടി ഈ CPM BJP ഡീലുമായി ബന്ധപ്പെട്ട് പരിഹാസങ്ങളുള്ള ചില പ്രതികരണങ്ങൾ കൂടി ഇന്നലെ നടത്തുകയും ചെയ്തു. അതിൻ്റെ ആവർത്തനമാണ്, അതിൻ്റെ ഒരു പടി കൂടി കടന്നാണ് ഇപ്പോൾ ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയായ KPA മജീദ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. അതായത് പോലീസ് ഉദ്യോഗസ്ഥരായ മുൻ പോലീസ് മേധാവി ഈ ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം ഇപ്പോൾ കൊച്ചി മെട്രോയുടെ MD കൂടിയാണ്. ഒപ്പം തന്നെ ADGP ആയി പ്രവർത്തിക്കുന്ന MR അജിത് കുമാർ, ഇവരെല്ലാം ഈ CPM BJP ഡീലിൻ്റെ മധ്യസ്ഥരായിരിക്കുന്നു. അതിനവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് RSS നേതാവ് ദത്താത്രേയ ഹൊസബളയുമായും മറ്റും അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച ആരോപണങ്ങളാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. എന്തായാലും ഈ ആരോപണത്തിന് കൂടുതൽ, പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ ഒരു വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കാൻ കഴിയുന്ന ഒരു ആരോപണമായതുകൊണ്ടാണ് ഇതിൽ തന്നെ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ നിന്ന് കുതറിമാറി വികസന പ്രശ്നങ്ങളിലേക്ക് ചർച്ച കൊണ്ടുവരണമെന്ന് CPMഉം LDFും ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള നിർദ്ദേശമാണ് താഴെത്തട്ടിലേക്ക് CPM നേതാക്കളും LDF നേതാക്കളും നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.